ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനിങ്ങനെ ഹല്ലേലൂയ പറയുന്നേ? ഒറ്റ കാര്യമുള്ളൂ. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ പിതാക്കന്മാർ സങ്കീർത്തനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ നിൻ്റെ വചനം എന്നെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അധരം നിന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പം ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് ലയിച്ച് ചേരുന്നതിൻ്റെ ഒരു അടയാളമാണ് ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത്. മനസ്സിലായോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് നമ്മൾ മഹത്വപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ കേൾക്കാൻ പോകുന്നത്, വലിയ പ്രസംഗവും കാര്യങ്ങളൊന്നുമല്ല. വളരെ ലഘുവായി നിങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞ് ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. ആട്ടെ, എന്തിനാണ് ദൈവവചനം കേൾക്കുന്നത്? ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. വേദവസ്തം വായിക്കാറുണ്ടോ? ഉണ്ട്. വേദവസ്തം വായിച്ചിട്ട് വല്ലതും മനസ്സിലാവാറുണ്ടോ? പണ്ട് ഒരപ്പച്ചൻ കൊച്ചിനോട് പറഞ്ഞു, എല്ലാ ദിവസവും വേദവസ്തം വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ച് അപ്പൻ്റെ കൂടെ ഇരുന്ന് വേദവസ്തം വായന തുടങ്ങി, മുത്തച്ഛൻ്റെ കൂടെ ഇരുന്ന് വേദവസ്തം വായന തുടങ്ങി. കുറേ വായിച്ചിട്ട് കൊച്ച് അപ്പച്ചനോടൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ അപ്പച്ചൻ, ഞാനിത് കുറേ നാളായി വായിക്കാൻ തുടങ്ങിയിട്ട് വായിച്ചത് തന്നെയും പിന്നെയും വായിക്കുന്നു, എനിക്കെങ്ങൊന്നും മനസ്സിലാവുന്നില്ല. അപ്പച്ചന് 19 വയസ്സായല്ലോ, അപ്പച്ചന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പം അപ്പച്ചൻ പറഞ്ഞു, എനിക്കും ഒന്നും അങ്ങനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, പിന്നെയും വായിക്കുന്നു. എല്ലാവരും വായിക്കാൻ പറയുന്നു, വായിക്കുന്നു. അപ്പോൾ കൊച്ചു ചോദിച്ചു, ഇങ്ങനെ വായിച്ചിട്ട് എന്ത് ഗുണം? ഒന്നും മനസ്സിലാവുന്നില്ല. വചനമൊക്കെ വായിക്കുന്നു, അന്നേരം എന്തോ മനസ്സിലാകും, പിന്നെ വായിക്കുമ്പോൾ വേറെ അർത്ഥം, കാര്യമായിട്ട് ഒന്നും കൂടെ മനസ്സിലാകുന്നില്ല. അങ്ങനെ വായിച്ചാൽ എന്ത് ഗുണം? അപ്പോൾ അപ്പച്ചൻ ആലോചിച്ചു, ഇവനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇത്? അപ്പച്ചൻ പറഞ്ഞു, നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോകാം. എവിടേക്ക്? പൂന്തോട്ടത്തിൽ പോകാം. പൂന്തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ പൂന്തോട്ടം, അവിടെ ഒരു കുളം, ചെടി നനയ്ക്കുന്ന കുളം, അതിൻ്റെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം അപ്പച്ചൻ അവിടെ നിന്ന് കൊച്ചിനോട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റ് എടുക്കുക. ബക്കറ്റല്ല, ബാസ്ക്കറ്റ് കണ്ടിട്ടുണ്ടോ? ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഹോൾസൊക്കെ ഉള്ളത്, ഈ ചെടിച്ചട്ടിയൊക്കെ കൊണ്ടുവയ്ക്കുന്ന കുറേ ഹോൾസുള്ളൊരു കൊട്ടയില്ലേ, ഒരു ബാസ്ക്കറ്റ് എടുക്കാൻ പറഞ്ഞു. കുറേ ഹോൾസുള്ള ബാസ്ക്കറ്റ് എടുക്കാൻ പറഞ്ഞു. അവൻ ആ ബാസ്ക്കറ്റ് എടുത്തു. എന്നിട്ട് പറഞ്ഞാൽ കുളത്തിൽ കൊണ്ട് മുക്കിയിട്ട് ചെടികൾക്ക് വെള്ളം കൊണ്ടൊഴിക്കാൻ പറഞ്ഞു. അവൻ അപ്പൻ്റെ നേരെ നോക്കി ചിരിച്ചു. ഈ അപ്പൻ എന്നെ ഈ പറയുന്നത്, ഇത് നിറച്ച ഓട്ടയല്ലേ, ഇത് കുളത്തിൽ കൊണ്ട് മുക്കിയാൽ എന്ത് കാര്യം? നീ പറഞ്ഞതനുസരിക്കുകയും. അപ്പൻ പറഞ്ഞതല്ലേ വിചാരിച്ച് കൊച്ചനുസരിക്കാൻ തുടങ്ങി. ഈ കൊട്ടയെടുത്തിട്ട് കുളത്തിൽ കൊണ്ട് മുക്കും, ചെടീൻ്റെ അടുത്തേക്ക് വരും. ചെടിക്ക് വെള്ളം കിട്ടുമോ? ഇല്ല. അപ്പോൾ കൊച്ചു പറഞ്ഞു, അപ്പച്ചാ ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഒരു ഉപകാരം നടക്കുന്നില്ല, കാര്യം ജോലി മാത്രം നടക്കുന്നുണ്ട്, ചെടികൾക്കൊന്നും കിട്ടുന്നില്ല. ജോലി അതുപോലെ നടക്കുന്നുണ്ട്, ഉപകാരം ഒന്നും ഉണ്ടാവുന്നില്ല. ഇത് അപ്പച്ചൻ വേദവസ്തം വായിക്കാൻ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ഒരു കാര്യമില്ല. അപ്പച്ചൻ പറഞ്ഞു, നീ കുറേ പ്രാവശ്യം കൂടെ ചെയ്യേ. കുറേ പ്രാവശ്യം കൂടെ ചെയ്തു. കൊച്ചു പറഞ്ഞു, ഒരു ചെടിക്ക് പോലും ഒരു തുള്ളി വെള്ളം പോലും എത്തിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അപ്പച്ചൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ, നീ ആ ബാസ്ക്കറ്റിലേക്കൊന്ന് നോക്കിക്കേ. കൊച്ചു ബാസ്ക്കറ്റിലേക്ക് നോക്കി. ഈ ബാസ്ക്കറ്റ് നീ ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അതപ്പടി ചെളിയും മണ്ണും ചെടിയൊക്കെ കൊണ്ടിട്ട് ആകെ ചെളി പിടിച്ചിരിക്കുന്നു. ഒരു 10-200 പ്രാവശ്യം ഇത് കുളത്തിൽ മുക്കിപ്പൊക്കി എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അതൊന്ന് തെളിഞ്ഞു, അതിനൊരു വെണ്മ കിട്ടി. ഇത്രയേ ഉള്ളൂ. നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം നടക്കും, ബാസ്ക്കറ്റ് വെണ്മയുള്ളതായി മാറി. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. ഇതാണ് ദൈവവചനത്തിൻ്റെ അടുത്ത് വന്നിരുന്ന നൽഗുണം. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇതാ ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കും. എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കും മക്കളെ. അപ്പം നമ്മൾ ഓർക്കുക, നാം വേദപുസ്തകം എടുത്ത് ധ്യാനിക്കുന്നു, വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മളൊന്നും സംഭവിച്ചില്ല, നമ്മൾ വലിയ സുവിശേഷ പ്രസംഗരാകുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ആരെയും മാനസാന്തരപ്പെടുത്താൻ പോകുന്നില്ലായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഉള്ളിലേക്ക് എന്ത് വന്നിരിക്കുന്നു? പറഞ്ഞേ. വിശുദ്ധി വന്നിരിക്കുന്നു. എന്നാ വന്നിരിക്കുന്നു? വിശുദ്ധി. കണ്ടോ? നമ്മുടെ ഉള്ളിലേക്ക് വിശുദ്ധി വന്നിരിക്കുന്നു. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവപ്രസാദത്തിന് ആവശ്യമായ വിശുദ്ധി ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് ദൈവവചനം സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കും. അപ്പോൾ ദൈവവചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ദൈവവിളിയെക്കുറിച്ചാണ്. ഇപ്പോൾ മാതാവിൻ്റെ വിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇതാ ദൈവം ആദ്യമായി വിളിച്ച് വേർതിരിച്ച് വളരെ വ്യക്തതയോടെ വേർതിരിക്കുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുക. അപ്പോൾ ഇതിലൂടെ നമ്മൾ ആ ദൈവവിളി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ദൈവം എന്തിനാണ് വിളിക്കുന്നത്? ഉൽപ്പത്തി 12:1 മുതൽ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. ഇസ്രായേല്യ ജനത്തിൻ്റെ ദൈവീക തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ വിളി ആരംഭിക്കുകയാണ്. കോൾ ഓഫ് അബ്രഹാം.
ദൈവജനമായ ഇസ്രായേലിനെ യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ ആദ്യത്തെ വിളി ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം, നിങ്ങളിലൂടെ ദൈവം ഒരു ദൈവീക പദ്ധതി ആരംഭിക്കുമ്പോൾ വിളി ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും നിനക്കുള്ളത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്നെ കാണിച്ചു തരുന്നതാണോ, കാണിക്കാനുള്ളതാണോ, കാണിപ്പാനിരിക്കുന്ന. ഇതൊരു കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടോ? എന്താണ് അങ്ങനെയൊക്കെ ഇത് ഉപേക്ഷിച്ച് പോകണമെന്ന് പറഞ്ഞത്? ദൈവം അബ്രഹാമിനോട് ഇതെല്ലാം ഉപേക്ഷിച്ച് പോകണമെന്ന് പറയാം. എന്താ ഉപേക്ഷിക്കണം എന്ന് പറയാൻ കാരണം? അതിൻ്റെ കാരണം കേട്ടോ, ഉൽപ്പത്തി 11 അതിൻ്റെ കാരണം കിടക്കുന്നത്. കാരണം കൂടെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അബ്രഹാമിൻ്റെ പിതാവായ തേരഹിനെയാണ് ദൈവം വിളിച്ചിട്ട് പറയുന്നത്, നീ കാനാൻ ദേശത്തേക്ക് പോവുക. അബ്രഹാമിൻ്റെ പിതാവായ തേരഹ്, അബ്രഹാമിൻ്റെ ജ്യേഷ്ഠൻ ഹാരാൻ, അവരുടെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഈ തേരഹ് ഇങ്ങനെ പോരുകയാണ്. പോരണ വഴിക്ക് എങ്ങോട്ട് പോകാനാണ് ദൈവം പറഞ്ഞ്? കാനാൻ ദേശത്തേക്ക്. അങ്ങനെ കാനാനിലേക്ക് പോകുന്ന വഴിക്ക് ഊർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. കൽദയരുടെ ഊർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ വന്ന് തേരഹ് താമസിച്ചപ്പോൾ തേരഹിന് തോന്നി, ഇത് കൊള്ളാലോ സ്ഥലം, ഇവിടെ ഒരു ഗുണമുണ്ട്, ഇവർക്കറിയുന്ന കുലത്തൊഴിലായി വിഗ്രഹങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുത്താൽ ഈ കൽദയർ ഇതൊക്കെ വാങ്ങി നല്ല വരുമാനമാണ്. അതുകൊണ്ട് തേരഹ് ഒരു കാര്യം ചെയ്തു, ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചു. ദൈവം എങ്ങോട്ട് പോകാനാണ് പറഞ്ഞേ? കാനാൻ ദേശത്തേക്ക് പോകാൻ ദൈവം വിളിച്ചു. പോയ വഴിക്ക് തേരഹിന് തോന്നി, കൽദയരുടെ ഊർ എന്ന് പറയുന്ന സ്ഥലം അത്ര കുഴപ്പമൊന്നുമില്ല, എന്നാൽ പിന്നെ ഇവിടെ നല്ല സന്തോഷമാണ്, മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, വരുമാനമുണ്ട്, എല്ലാം കൊണ്ട് നമുക്കൊന്ന് സെറ്റിലാകാൻ പറ്റിയ സ്ഥലമാണ്. അയാൾ അവിടെ താമസിച്ചു. ഇതാണ് മനുഷ്യന് പറ്റുന്നൊരു കുഴപ്പം. ദൈവം നിന്നെ ഒരു കാര്യത്തിന് വിളിക്കും, നിന്റെ സുരക്ഷിത മേഖലയിൽ ചെന്ന് നിന്നിട്ട് നീ വിചാരിക്കും ഇത് കൊള്ളാമെന്ന് വിചാരിക്കും. ഞങ്ങൾ നാളെ അയർലൻഡിൽ ധ്യാനം നടത്താൻ പോയി. അവിടെ നല്ല നിലയിൽ കഴിയുന്നൊരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. നല്ല നിലയിൽ കഴിയുന്നതാണ്. ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഏങ്ങലടിച്ച് കരയുക. ഇഷ്ടംമാതിരി പണമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, അയർലൻഡിൽ പൗരത്വം കിട്ടി സുഖമായിട്ട് ജീവിക്കുകയാണ്. പുള്ളി പറയുകയാണ്, കുഞ്ഞുനാളിൽ വൈദികനാകാൻ വേണ്ടി ശ്രമിച്ച് അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് തിരുമേനി കുപ്പായം അടുപ്പിക്കാൻ പറഞ്ഞു, കുപ്പായം അടുപ്പിച്ച് എല്ലാം ക്രമീകരിച്ചു. അങ്ങനെ പട്ടംകോടയുടെ 2 ദിവസം മുമ്പ് ഇടവകയിൽ ഒരാളുമായിട്ട് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതൊരു വലിയ വഴക്കായി മാറിയതോടുകൂടി പുള്ളി ആ പരിപാടി ഉപേക്ഷിച്ചു. പിന്നീട് പോയ സ്ഥലത്തോടൊക്കെ പോയി എല്ലാം നേടി, വലിയ സന്തോഷം, അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, സമ്പത്ത് എല്ലാം ഉണ്ട്, വിദേശത്ത് സെറ്റിലായി. പുള്ളി പറയും ഒരു സമാധാനമില്ല, ഏങ്ങലടിച്ച് കരയുക. ഞാൻ തിരുമേൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, പുള്ളിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, കർത്താവിൻ്റെ ഒരു ശുശ്രൂഷകനായി ജീവിക്കണം. വിളിയതാണ്. വേറെ പല സ്ഥലത്തോടെയും പോയി പലതും നേടി, ഒന്നും പുള്ളിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ദൈവം അബ്രഹാമിൻ്റെ പിതാവിനോട് നീ കാനാൻ ദേശത്തേക്ക് പോകണം. കൽദയരുടെ ഊരെന്ന് പറയുന്ന സ്ഥലത്തെത്തി അയാൾ പറഞ്ഞു, ഇവിടെ വലിയ കുഴപ്പമില്ല. മക്കളെ, ആദ്യം മനസ്സിലാക്കണം, ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ദൈവീകമായൊരു കാര്യം നിന്നിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പകരം ഊരെന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചപ്പോൾ തേരഹിന് ഒരു മകൻ മരിച്ചുപോയി. ലോത്തിൻ്റെ അപ്പൻ മരിച്ചുപോയി. ഒരു മകൻ്റെ മരണം. പിന്നെയുള്ളത് മകൻ അബ്രഹാം, അതിന് മക്കളുമില്ല. ഇങ്ങനെ വിഷമിച്ചിതാ ദൈവീക പദ്ധതി കാനാൻ ദേശത്തേക്ക് പോകാൻ സ്വന്തം പദ്ധതി അനുസരിച്ച് ഊർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു. കാര്യം എല്ലാം വരുമാനമുണ്ട്, ഒരു സ്വസ്ഥതയില്ല. ദൈവം നിന്നെ അവിടെയല്ല താമസിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ വേരടക്കം പറഞ്ഞു പോന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ പിതൃദേശത്തെയും ചാർച്ചക്കാരെയും നിനക്കുള്ള ആ ബന്ധം, ആ വേര് മുഴുവൻ പറിച്ചിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ദേശം പറഞ്ഞു കൊടുത്തോ? എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുത്തോ? ഒരു സൂചനയും ഇല്ല. ദൈവം പറയുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക. ദൈവികമായ ഒരു സന്ദേശം മാത്രം. ഇയാളും ദൈവവുമായിട്ടുള്ള ഇപ്പോൾ ബന്ധം വിശ്വാസത്തിൻ്റെ ഒരു ബന്ധം മാത്രം, ദൈവത്തിലുള്ളൊരു വിശ്വാസം മാത്രമാണ് ഇപ്പോൾ അബ്രഹാമിൽ കിടക്കുന്നത്. ആ വിശ്വാസത്തിൽ അയാൾ മുറുകെ പിടിച്ചു. അതുകൊണ്ട് അബ്രഹാമിനെ നമ്മൾ വിളിച്ചു വിശ്വാസികളുടെ, പ്രൈസ് ദി ലോർഡ്, വിശ്വാസികളുടെ പിതാവ്. ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് അബ്രഹാം മുന്നോട്ട് യാത്രയായി. വേറൊന്നുമില്ല, എൻ്റെ ദൈവം പറഞ്ഞൊരു വിശ്വാസം. ജീവിക്കുന്ന ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ ദൈവം മാറ്റമില്ലാത്തൊരു ദൈവമാണ്. ഈ വിശ്വാസത്തിൽ അബ്രഹാം മുന്നോട്ട് പോകാൻ തുടങ്ങി. ദൈവം വിളിച്ചപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു. എന്തിനാ വിളിച്ചെന്നറിയോ? ദൈവം എന്തിനാ വിളിക്കുന്നത്? അനുഗ്രഹിക്കാൻ. എന്തിനാ വിളിക്കുന്നത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. അനുഗ്രഹിക്കാൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. ദൈവാനുഗ്രഹം നിന്റെ തലയിലേക്ക് വീഴാനാണ് ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കുക, ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, അനുഗ്രഹിക്കാൻ, വേറെ ഒന്നിനല്ല.
അപ്പം നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഒരു ക്രിസ്ത്യാനിയായി ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നീ മുഖാന്തരം ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹം ഉണ്ടാകണം. നീ മുഖാന്തരം നിൻ്റെ വീടിന് ഒരു അനുഗ്രഹം ഉണ്ടാകണം. നീ മുഖാന്തരം നിൻ്റെ ജീവിതം തന്നെ ഒരു അനുഗ്രഹമായി മാറണം. അനുഗ്രഹിക്കപ്പെടാനുള്ള ആളുകളാണ് നമ്മൾ. അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അനുഗ്രഹം നമ്മുടെ അവകാശം അത്രേ. ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണ്, അതുകൊണ്ട് മക്കളെങ്കിൽ നാം അവകാശികളാണ്, വാഗ്ദത്തത്തിൻ്റെ അവകാശികളാണ്, അനുഗ്രഹത്തിൻ്റെ അവകാശികളാണ്. അനുഗ്രഹം നമ്മുടെ അവകാശമാണ്, നമ്മുടെ അവകാശമാണ് അനുഗ്രഹം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ദൈവത്തോട് പറയാനൊരു കാര്യമുണ്ട്, ഞങ്ങളിതാ ദൈവമക്കളാണ്, ഞങ്ങൾക്ക് എന്താ അവകാശമുണ്ട്? അനുഗ്രഹിക്കപ്പെടാൻ അവകാശമുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞും മനസ്സിലാക്കണം, ദൈവാനുഗ്രഹം നിൻ്റെ അവകാശമാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കോബ്, അയാൾ ഒത്തിരി പാവമൊക്കെ ചെയ്ത് ചേട്ടനെ പറ്റിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം ദൂതനായിട്ട് മല്ലിടൽ നടത്തി. ദൂതൻ്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വെരി ഗുഡ്, ഞാൻ നിന്നെ വിടുകയില്ല. ഹോശേയ ലേഖനം 12 പറയാണ്, ഹോശേയ പ്രവചനം 12 പറയാണ്, യാക്കോബ് ദൈവത്തോട് അനുഗ്രഹം കരഞ്ഞു വാങ്ങി. എങ്ങനെ വാങ്ങി? കരഞ്ഞു വാങ്ങി. യാക്കോബ് ദൈവത്തോട് അനുഗ്രഹം കരഞ്ഞു വാങ്ങി. ഇനി അച്ഛനൊരു ചോദ്യം ചോദിക്കാം. ആദ്യം അച്ഛൻ പറഞ്ഞു അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. അനുഗ്രഹം നമ്മുടെ അവകാശമാണെങ്കിൽ നമ്മളിരുന്ന് കരയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ എടുത്ത് നിങ്ങൾ ടിക്കറ്റ് എടുത്തു, പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഇനി നിങ്ങളുടെ അവകാശമാണ് ആ ബസ്സിൽ ചങ്ങനാശ്ശേരി പോയി ഇറങ്ങുക എന്നുള്ളത്. പിന്നെ കണ്ടക്ടറെ കാണുമ്പോൾ കണ്ടക്ടറെ നേരെ നോക്കി, എൻ്റെ പൊന്ന് സാറേ എന്നെ ചങ്ങനാശ്ശേരിയിൽ ഇറക്കണം കേട്ടോ എന്ന് പറഞ്ഞ് കരയേണ്ട വല്ല കാര്യമുണ്ടോ? ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുക, പിന്നെ കരയേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങളുടെ അവകാശമാണ് ചങ്ങനാശ്ശേരി പോയി ഇറങ്ങുക എന്നുള്ളത്. യാക്കോബിൻ്റെ അവകാശമാണ് അനുഗ്രഹം. പിന്നെ ഇതിനെ അയാൾ കരഞ്ഞത്? നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ ചില മക്കൾ കരഞ്ഞില്ലേ? ദൈവാനുഗ്രഹമുള്ള നമ്മൾ പിന്നെ എന്തിനാ കരയുന്നത്? എന്തിനാ കരഞ്ഞത്? യാക്കോബ് എന്തിനാ കരഞ്ഞത്? ചങ്ങനാശ്ശേരിക്ക് ടിക്കറ്റ് എടുത്ത ഒരു വ്യക്തിക്ക് ആ ബസ്സിൽ ചങ്ങനാശ്ശേരിയിൽ ഇറങ്ങുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. അയാൾ ആരുടെ മുമ്പിൽ കരയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇതാ കയറി കഴിഞ്ഞപ്പോൾ അലസത കാരണം ടിക്കറ്റ് കയ്യിൽ നിന്ന് പോയി. അതിൽ ടിക്കറ്റ് കയ്യിൽ നിന്ന് കളഞ്ഞു. അതിനെക്കുറിച്ചൊരു ബോധ്യമില്ലായിരുന്നു. ആ ടിക്കറ്റിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, യാത്രാവസാനം വരെ ടിക്കറ്റ് സൂക്ഷിക്കുക, പരിശോധനയ്ക്ക് വരുമ്പോൾ ഹാജരാക്കുക. ചക്കർ കയറിയിട്ട് പറഞ്ഞു, ടിക്കറ്റ് എവിടെ? ടിക്കറ്റ് കാണുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ടിക്കറ്റ് എടുക്കാത്ത ആളാണ്. അന്നേരം നമ്മൾ മല്ലു പിടിച്ച് നിൽക്കുമോ? ഒന്ന് പോടാ അവിടെ നിന്ന് അങ്ങനെ പറയുമോ? എൻ്റെ പൊന്നു സാറേ ടിക്കറ്റ് ഞാൻ എടുത്തായിരുന്നു, എവിടെ വീണ് പോയി, എന്നോട് ഇച്ചിരി കരുണ കാണിക്കണം, നിങ്ങളുടെ ഇൻവോയ്സൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി, അപ്പോൾ അറിയാലോ ബസ്സിലെ ആളുകളുടെ എണ്ണവും ടിക്കറ്റിൻ്റെ എണ്ണമൊക്കെ നോക്കുകയാണെങ്കിൽ അറിയാം. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് മാറും. കാരണം എന്താണ്? നമ്മുടെ അടുത്ത് ചില പാളിച്ച സംഭവിച്ചു. ദൈവസന്നിധിയിൽ കരയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നിൻ്റെ അടുത്ത് എന്തെങ്കിലും ഇടർച്ച വന്നിട്ടുണ്ടെങ്കിൽ കരഞ്ഞാൽ ഒരു പ്രത്യേകത സംഭവിക്കും. കർത്താവ് നിന്നോട് പിന്നെയും കരുണ കാണിക്കും. കാരണം കർത്താവ് കാരുണ്യവാനാണ്. കാരുണ്യവാനായ കർത്താവ് കരയുന്നവൻ്റെ മുമ്പ് കരുണ ഒഴുകിക്കൊണ്ടിരിക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ദൈവാനുഗ്രഹം, ദൈവരാജ്യത്തിൻ്റെ അവകാശം, വാഗ്ദത്തം, ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി വിളിക്കപ്പെട്ട വിളിയാണ് നമ്മുടെ വിളി, തെരഞ്ഞെടുപ്പ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒന്നാമത്തെ ചിന്ത, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിൻ്റെ മുമ്പിൽ എളിമപ്പെട്ട്, പിതാവേ നിൻ്റെ ഇഷ്ടം എന്നിൽ നടക്കണമേ എന്ന് ഒരു വ്യക്തി ദൈവത്തിന് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം അവൻ്റെ മേൽ വന്ന് വീണിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റിയ ഒരു അവസ്ഥയായിരിക്കണം നമ്മുടേത്. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേലൊരു ആശീർവാദം നടത്താൻ പറ്റിയ ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മുടെ മേൽ വന്നു വീഴാൻ വേണ്ട ആദ്യത്തെ അടിസ്ഥാന യോഗ്യത എന്തെന്നറിയോ? വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. എന്നതാ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, വിശുദ്ധീകരിക്കപ്പെടുക. കണ്ടോ? വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പം ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നിറങ്ങണമെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം, എങ്ങനെയാണ് വിശുദ്ധി നമുക്ക് കിട്ടുക? എന്താണ് ഈ അശുദ്ധി എന്ന് പറഞ്ഞാൽ? എന്താ അശുദ്ധി എന്ന് പറഞ്ഞാൽ? എങ്ങനെയാണ് ഈ അശുദ്ധി നമ്മുടെ ഉള്ളിൽ വരുന്നത്? വായിക്കുക, മർക്കോസ് 7:18 മുതൽ. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചനാശക്തിയില്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കയില്ലെന്ന്
നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. ഇനി അടുത്തത് നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്. ഇനി ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വീഴാത്തതിൻ്റെ ചില തടസ്സങ്ങളാണ് യേശു വിളിച്ചു പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു കേട്ടോളണം. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുക. അനുഗ്രഹം വീഴാത്തതിൻ്റെ ചില കാര്യങ്ങൾ, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നീ അനുഗ്രഹിക്കപ്പെടാത്തത്. നോക്കിക്കേ, ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ ഭയങ്കര വരൾച്ചയാണെന്ന് കൂട്ടുക. കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് ആകാശം പെട്ടെന്ന് ഇരുണ്ടുകൂടി മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയാണ്. ഉടനെ വിളിച്ചു പറഞ്ഞു, കയ്യിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം, വീട്ടിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് മുറ്റത്ത് കൊണ്ടുവെക്കുക. ഇതാ മഴ പെയ്യുമ്പോൾ ഇഷ്ടമാതിരി വെള്ളം കിട്ടും, അത് നിങ്ങൾക്ക് ആവശ്യം തരും. എല്ലാ ആളുകളും പാത്രം കൊണ്ട് പുറത്ത് വെച്ചു. മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. പാത്രം എല്ലാവരും കൊണ്ടുപോയിട്ട് പാത്രത്തിൻ്റെ വായ കമത്തി, എല്ലാ പാത്രവും കമത്തി വെച്ചു. വെള്ളം കിട്ടുമോ? കാര്യം മഴ പെയ്യുന്നുണ്ട്, മഴയുടെ കീഴെയാണ് പാത്രം കൊണ്ട് വെച്ചത്. മഴയുടെ താഴെ പാത്രം കൊണ്ട് വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം കിട്ടണമെന്നുണ്ടോ? ഇല്ല. അതെങ്ങനെ വെക്കണം? വെക്കേണ്ടതുപോലെ വെക്കണം. എങ്ങനെ വെക്കണം? വെള്ളം സ്റ്റോർ ചെയ്യാൻ പാകത്തിന് അത് വെക്കണം. അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് ദൈവം. ഈ ദൈവത്തിൻ്റെ അരികിൽ പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിന്റെ മേൽ അനുഗ്രഹം വന്ന് വീഴണമെങ്കിൽ താഴെ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതാ അശുദ്ധി ദൈവാനുഗ്രഹത്തിന് തടസ്സമാണ്. എന്തൊക്കെയാണ് നമ്മൾ അശുദ്ധരാക്കുന്നത്? വായിച്ചോ. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത. ഒന്ന്, ദുഷിച്ച ചിന്ത. മക്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവം പറയാം, നിന്റെ തലയ്ക്കകത്ത് തന്നെ വിശുദ്ധി ഉണ്ടായിരിക്കണം. ആദ്യം തലയ്ക്കകത്ത് തന്നെ ആദ്യം വിശുദ്ധി നടക്കണം. ഈ തലയ്ക്കകത്ത് കടന്നു വരുന്ന തെറ്റായ ചിന്തകൾ, തെറ്റായ ആലോചനകൾ, ആസക്തികൾ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും കൂടെ തമ്മിലുള്ള അവിഹിത ബന്ധമാണ് വ്യഭിചാരമെന്ന് വ്യാഖ്യാനിച്ചു. യേശു പറഞ്ഞു, ആസക്തിയോടെ ഒരുത്തനൊരു സ്ത്രീയെ നോക്കിയാൽ അവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പം ചിന്താമേഖല തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഇവിടെ ഇരിക്കുന്ന പലർക്കും ചിലപ്പോൾ കുമ്പസാരിക്കുന്ന നേരത്ത് ഇങ്ങനെ പറയാനുണ്ടാവും, ഞാൻ വലിയ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ മനസ്സിൽ ചെയ്തു. മനസ്സിൽ ചെയ്യുന്ന പാപം തന്നെ വലിയ പ്രശ്നമാണ്. തലയ്ക്കകത്ത് ഇങ്ങനെ തെറ്റായ ചിന്തകൾ കടന്നു വരികയാണ്. മനുഷ്യൻ അശുദ്ധമാകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല എവിടെയാണ്? ചിന്താമേഖല. നമ്മുടെ ചിന്തയ്ക്കകത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ അശുദ്ധമായ സാഹചര്യങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന കുറേത്, ഇപ്പം പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ വന്ന ജഡീക ചിന്തകൾ, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, മ്ലേച്ഛത, തെറ്റായ ഇങ്ങനത്തെ ചിന്തകൾ നമ്മളെ അശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതെങ്ങനെ പോകും? ഒരിക്കലും ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കും. ഇതുപോലെ പിള്ളേരുടെ ധ്യാനം നടക്കുക. ധ്യാനം നടക്കുന്ന സമയത്ത് 5ാം ക്ലാസ് വരെ വിദേശത്ത് പഠിച്ചൊരു കൊച്ചുണ്ടായിരുന്നു. അവിടെ വരെ വലിയ കുഴപ്പമില്ലാതെ പഠിക്കായിരുന്നു. 6ാം ക്ലാസ്സിൽ അതിനെ ഇവിടെ കേരളത്തിൽ ഇവിടെ കൊണ്ട് ചേർത്തു. ഇതാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അപ്പൻ വിദേശത്ത് നിന്ന് നിരന്തരം ഇവനോട് സംസാരിക്കാൻ കാണാൻ വേണ്ടി അന്നത്തെ സമയത്ത് ഏറ്റവും വില കൂടിയൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിൻ്റെ അടുത്ത് അപ്പനോട് അമ്മയോട് സംസാരിക്കാൻ നല്ലൊരു മൊബൈൽ ഫോണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ കൂട്ടുകാരെല്ലാം കൂടെ അതിനെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ഒത്തിരി മ്ലേച്ഛമായ ചിന്തകൾ ഇതെല്ലാം ഉള്ളിൽ കയറാൻ തുടങ്ങി. എന്നാ സംഭവിച്ചെന്നറിയോ? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതുകൂടെ ധ്യാനത്തിന് വരുന്നത്. 6, 7, 8, 9 9ാം ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ വന്നു. 3 കൊല്ലം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ കൊച്ചിന് എന്നാ പറ്റിയേക്കണമെന്നറിയോ? അവൻ അക്ഷരങ്ങൾ ഓർമ്മയില്ല. നിങ്ങൾ വിശ്വസിക്കില്ലേ? ചിലപ്പോൾ 5ാം ക്ലാസ് വരെ നന്നായി വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ബിനോയ്ച്ചനും നിൽക്കുമ്പോൾ ആ കൊച്ചു എന്ന് പറയും, എനിക്ക് അക്ഷരങ്ങൾ അറിയാൻ മേല, എനിക്ക് ഓർമ്മശക്തിയില്ല, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ലേണിംഗ് ഡിസബിലിറ്റി. ആ കൊച്ചിനെ ഡോക്ടർമാർ ഇതിന് ലേണിംഗ് ഡിസബിലിറ്റിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാരമില്ല, അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ധ്യാനം കൂടെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് പ്രസംഗിക്കുമ്പം ഇവിടെ ചില പിള്ളേർ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ആകാശത്തെ നോക്കി ഒന്നും തിരിയുന്നില്ല, ഇനി എന്തൊക്കെയോ പറയുന്നുണ്ടോ. ഇതാ ബുധനാഴ്ച കുമ്പസാരം കഴിഞ്ഞപ്പം കുമ്പസാരത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞ് തിരുമേനി ഇതൊരു ക്ലാസ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പുറത്തേക്ക് ഇറങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഒരു കൗൺസിലിംഗ് വേണം. കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് ഞാനും ബിനോയ്ച്ചനും കൂടെ താഴെ വരാന്തയിൽ നിൽക്കുക. ഈ കൊച്ച് ഒരു മെമ്മറി കാർഡും കൊണ്ട് ഓടി വന്നു. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇതാ ഈ സാധനം കണ്ടോ, ഇതാണ് എന്നെ നശിപ്പിച്ചത്. ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് കുറേ വചനം കിട്ടിയപ്പോൾ ആ കൊച്ച് പറയുക. അപ്പോൾ ഞങ്ങൾ ഇതെന്താണ്? ഇതാ എനിക്ക് എൻ്റെ കൂട്ടുകാർ തന്നതും ചേട്ടന്മാർ മെസ്സേജ് അയച്ചു തന്നതും അങ്ങനെ തന്നു ഇങ്ങനെ തന്നുമായ കുറേ ജഡീക മ്ലേച്ഛതകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഞാനിത് കണ്ട് പലരെയും കാണിച്ചും കണ്ടും ഇതനുസരിച്ച് ചിന്തിച്ചും പ്രവർത്തിച്ചും എൻ്റെ തലയ്ക്കകത്ത് ഈ ചിന്ത മാത്രമേ ഉള്ളൂ.
ഇതനുസരിച്ച് ഞാൻ ചിന്തിച്ചു, ഇതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. ആ പ്രായത്തിൽ തന്നെ അവൻ ഒത്തിരി പാപത്തിൽ ചെന്ന് പെട്ടു. മുതിർന്ന പുരുഷന്മാരും മുതിർന്ന സ്ത്രീകളുമായിട്ട് ആ കുഞ്ഞ് ഒത്തിരി പാപത്തിൽ ചെന്ന് പെട്ടു. അവനിൽ നിന്ന് ദൈവം ജ്ഞാനത്തിൻ്റെ വരെടുത്ത് കളഞ്ഞു. അത് ഏങ്ങലടിച്ച് കാഴ്ച ശക്തി വരെ അതിന് കുറഞ്ഞു. ഈ കുഞ്ഞ് ഏങ്ങലടിച്ച് പ്രാർത്ഥിച്ച് കുറേ നാൾ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ധ്യാനം കഴിയുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരുന്നത് ആ കുഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് നിറയാൻ തുടങ്ങി. കണ്ടോ, ഒരു പാപം തലക്കകത്തേക്ക് കൊണ്ടിരുന്ന ഒരു പ്രതിസന്ധി, ചില അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇപ്പം നമ്മുടെ തലക്കകത്തേക്ക് ഈ പ്രായത്തിൽ കടന്നു വരുന്ന ഒരു വലിയ പ്രശ്നമാണ് ദുഷ്ടചിന്ത. ഞങ്ങൾ ദുഷ്ടചിന്ത എന്ന് വെച്ചാൽ പെട്ടെന്ന് ചിന്തിക്കും ഈ ലൈംഗിക ചിന്ത. അത് മാത്രമല്ല, ദൈവാനുഗ്രഹത്തിന് നിരക്കാത്ത ചില ചിന്തകളാൽ ബന്ധിക്കപ്പെടും. അതിലും ജഡിക ചിന്ത, പ്രതികാരം, വെറുപ്പ്, വിദ്വേഷം, ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചിന്ത തലയ്ക്കകത്ത് കയറി വരും. അപ്പോൾ ദൈവമക്കളെ, നമ്മൾ മനസ്സിൽ ധ്യാനിക്കണം, നിന്റെ ചിന്താമേഖല പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ജീവിതത്തെ, നിന്റെ ഭാവിയെ അനുഗ്രഹക്കേടിലേക്ക് കൊണ്ട് നയിക്കുന്നതാണ് ദുഷ്ടചിന്ത തലയ്ക്കകത്ത് കയറി കിടക്കുക. ഇപ്പോൾ ചില പെൺകുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞത്, പെരുമാറി, ആ മുറിവ് ഇങ്ങനെ കിടക്കുക, ആ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും. ചില ആൺകുട്ടികൾക്ക് ആരെങ്കിലുമൊക്കെ പറഞ്ഞത് ഈ മുറിവുള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഈ മുറിവും അശുദ്ധിയും വെച്ചുകൊണ്ടിരുന്നാൽ ഒരു നാളിൽ നമുക്ക് സൗഖ്യം കിട്ടത്തില്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവിക വിളി പോലും മാറിപ്പോകും. നാം രക്ഷയുടെ പാതയിൽ ചരിക്കേണ്ടവരാണ്. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവവേലയ്ക്കും ദൈവരാജ്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതമാണ് നമ്മുടേത്. രക്ഷയുടെ ജീവിതമാണ് നമ്മളുടേത്. ഈ രക്ഷയുടെ ജീവിതത്തിൽ പോകേണ്ട നാം നമ്മുടെ തലക്കകത്ത് ഈ അശുദ്ധിയും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു വിമോചനം നമുക്ക് കിട്ടത്തില്ല. കണ്ടോ, രക്ഷിക്കപ്പെട്ട യാത്ര ചെയ്യേണ്ടവരാണ്. ആദ്യം ദൈവം നമ്മൾ വിളിച്ച് നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഈ രക്ഷയുടെ യാത്രയാണ് നമുക്കുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരാളെ പട്ടാളത്തിലെടുത്തു, സെലക്ഷനൊക്കെ കഴിഞ്ഞ് അയാളെ പട്ടാളക്കാരനാക്കി. ആരെങ്കിലും വെടിവെച്ച് കൊന്നിട്ട് വേണോ അയാൾക്ക് ഇനി പട്ടാളക്കാരനെ മുദ്രകുത്താൻ? വേണോ? ആരെങ്കിലും വെടിവെച്ച് കൊല്ലണമെന്നുണ്ടോ? അതിർത്തി 2 പാകിസ്ഥാനികൾ വെടിവെച്ച് കൊന്നാലാണോ ഇവനെ നല്ല പട്ടാളക്കാരെന്ന് വിളിക്കുക? അല്ല. സെലക്ഷൻ കഴിഞ്ഞോ, അവൻ ആവശ്യമായ യോഗ്യത കഴിഞ്ഞവനെ പട്ടാളത്തിൻ്റെ ക്യാമ്പിൽ കയറ്റിയോ, അവനെ പട്ടാളക്കാരെന്ന് വിളിക്കുക. മാമോദീസ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്ഷാജീവിതത്തിൽ പ്രവേശിച്ചോ, നിന്നെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ തുടങ്ങി. പിശാച് നമ്മുടെ തലക്കകത്തേക്ക് പല ദുഷ്ടചിന്ത ഇട്ട് തരും. സത്യമായിട്ട് അച്ഛൻ പറയാം, ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ മതി. ഈ നാളുകളിൽ നമ്മുടെ തലക്കകത്തേക്ക് വരുന്ന എല്ലാ ദുഷ്ടചിന്തകളെയും യേശുവിൻ്റെ രക്തത്തിലൂടെ കഴുകി മാറ്റും. യെശയ്യാ 1:18 വചനം വായിച്ചു നോക്കി. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും. ഇതാ, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും ഹിമം പോലെ ഞാൻ അതിനെ വെണ്മയുള്ളതാക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നിന്റെ പാപം മുഴുവൻ നിന്റെ ജീവിതത്തിലേക്ക് പറ്റിപ്പിടിച്ച് രക്തക്കറ പോലെ കിടക്കുകയാണ്. എന്താണ് ഈ രക്തക്കറയുടെ പ്രത്യേകത? രക്തക്കറയുടെ പ്രത്യേകത എന്താ? നിങ്ങളുടെ പാപം നല്ല ചുവന്ന ക്യൂട്ടക്സ് പോലെ, നല്ല ചുവന്ന ചായം പോലെ ഒന്നുമല്ല ദൈവം പറഞ്ഞത്. രക്തക്കറ പോലെ ചുവന്നിരിക്കുകയാണെങ്കിലും. ഇതാണ് ഈ രക്തക്കറയുടെ പ്രത്യേകത. ഇതാ, ഇപ്പോൾ ഇവിടെ ഈ തറയ്ക്കകത്ത് നമ്മൾ ആരുടെയും കയ്യോ കാലോ മുറിഞ്ഞ് രക്തം വീണു എന്നിരിക്കട്ടെ. നമ്മൾ ഉടനെ കൊണ്ടുവന്ന് കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി. ആ രക്തത്തിൻ്റെ കറ അതിൽ നിന്ന് പോവോ? ചില കൊലപാതകമൊക്കെ നടന്ന വീട്ടിൽ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? FIR തയ്യാറാക്കുന്നത്. കൊലപാതകമൊക്കെ നടത്തിയിട്ട് കൊലപ്പുള്ളികൾ ചിലപ്പോൾ അവിടെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടാകാം. പക്ഷെ അവർ വന്ന് പരിശോധിക്കുമ്പോൾ എന്ത് കിട്ടും? എവിഡൻസ് കിട്ടത്തില്ലേ? രക്തക്കറയുടെ എവിഡൻസ് കിട്ടും. നിന്റെ പാപങ്ങൾ നിന്റെ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഒരു നാളും പറഞ്ഞു പോകാത്ത അങ്ങനെ കറ പിടിച്ച് കിടക്കുകയായിക്കൊള്ളട്ടെ. ചിലപ്പോൾ മാതാപിതാക്കന്മാർ ചെയ്ത തലമുറയുടെ പാപമായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെന്നുപെട്ട പാപമായിരിക്കാം. ഈ പാപം നമ്മളിങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെന്ന് കൂട്ടിക്കോട്ടെ. ഇതാ, രക്താംബരം പോലെ ചുവന്ന് കിടക്കുകയാണെങ്കിലും ഞാനതിനെങ്ങനെ വെളുപ്പിക്കും? ഹിമം പോലെ വെളുപ്പിക്കും, മഞ്ഞ് പോലെ. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, മഞ്ഞിന് അത്രയും നല്ല വെളുപ്പുണ്ടോ? മഞ്ഞിന് അത്ര നല്ല വെളുപ്പാണോ? മഞ്ഞിനൊരു തവിട്ട് കൂടിയ വെളുപ്പല്ലേ അല്ലേ? നിങ്ങൾ ഈ ഹിമം കണ്ടിട്ടില്ലേ? മഞ്ഞ് കണ്ടിട്ടില്ല? ഐസ് കണ്ടിട്ടില്ലേ? സ്നോയ്ക്ക് അത്ര തൂവെള്ളിയാണോ സ്നോ? എന്താ ഈ മഞ്ഞ് പോലെ ഒളിപ്പിക്കുന്നൊക്കെ പറഞ്ഞാൽ? പണ്ട് ഞങ്ങളുടെയൊക്കെ ഈ ചെറുപ്രായത്തിൽ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഐസും കട്ടയ്ക്ക്. ഇപ്പം പറയുമോ അതങ്ങനെ? ഐസ് കട്ടയ്ക്ക് പെയിൻ്റ് അടിക്കരുതെന്ന് പറയും, കേട്ടിട്ടുണ്ടോ അങ്ങനെ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇടം മോനെ ഐസ് കട്ടയ്ക്ക് പെയിൻ്റ് അടിക്കല്ലേ. ഐസ് കട്ടയ്ക്ക് പെയിൻ്റ് അടിച്ചാൽ എന്താ കുഴപ്പം? അതിലിരിക്കത്തില്ല, അത് ഒലിച്ചിങ്ങ് പോരും. നിന്റെ പാപം ഞാൻ രക്തവർണ്ണമെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പാപം നിന്റെ മേൽ പറ്റിപ്പിടിക്കില്ല. നിന്നെ പാപത്തിന് നിന്റെ മേൽ പറ്റിപ്പിടിക്കാൻ പറ്റത്തില്ല. അത് അതിനുമ്പ് ഉരുകി പോവും. നിന്നെ ഞാൻ വെണ്മ കൊണ്ട് നിറയ്ക്കും. കണ്ടോ, ദൈവത്തിൻ്റെ വെണ്മ ഒരു വ്യക്തിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശുദ്ധീകരണം കിട്ടുന്നതാണ്.
ദുഷ്ടചിന്ത, അശുദ്ധി പ്രാർത്ഥിച്ച് മാറ്റിക്കൊള്ളും പറ്റും. ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന ഏതൊരു പാപഭാരമാണോ, ഇപ്പം ഒരുപക്ഷെ നമ്മുടെ കയറാൻ സാധ്യതയുള്ളതാണ് ഇങ്ങനെയുള്ള ഈ ഇൻ്റർനെറ്റ് മറ്റത് മറിച്ചത്, പ്രേമം, പ്രണയം തലേന്ന് വിട്ടുപോകാതെ കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും ഏറ്റവും ശരി, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ചിലപ്പോൾ ഒരു അച്ഛനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല, ഒരു തിരുമേനിക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തിന് സുഖപ്പെടുത്താൻ കഴിയും. Maria.